ബി.ജെ.പി. പ്രവർത്തകർക്ക് ഏതൊരു പദവിയെക്കാട്ടിലും ഉപരി രാഷ്ട്രത്തിന്റെയും യുവജനങ്ങളുടെയും താൽപ്പര്യമാണ് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഈ തത്വമാണ് തെളിയിക്കുന്നതെന്നും അമിത്ഷാ എക്സിൽ കുറിച്ചു. മോദി സർക്കാർ രാജ്യത്തെ യുവാക്കളുടെ വികാരങ്ങളെ മാനിക്കുന്നു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ആവശ്യമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി എക്സിൽ വ്യക്തമാക്കി. ആദർശ് ടി.എസ്. വിശദാംശങ്ങൾ നൽകും. ആദർശ്, എന്തായാലും വളരെ ധീരമായ തീരുമാനം. മാത്രമല്ല, നമുക്കറിയാം UPA സർക്കാരിൻ്റെയൊക്കെ കാലത്ത് ചോദ്യപേപ്പർ ചോർച്ച എന്ന് പറയുന്നത് ഒരു നിത്യ സംഭവമായിരുന്നു. അതൊരു വാർത്താ പ്രാധാന്യം പോലും അതിനുണ്ടായിരുന്നില്ല. ആരും രാജിവെച്ചിട്ടില്ല, ആരും അകത്ത് പോയിട്ടില്ല. പക്ഷെ നോക്കൂ, ഇവിടെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് എത്രയോ ശക്തമായ നടപടികൾ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഏറ്റവും അവസാന സ്റ്റെപ്പായിരുന്നു ഇന്നലത്തെ രാജി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ രാജിയെ പറ്റി എക്സിൽ കുറിച്ചിരിക്കുന്നത്? ഗൗതം, ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയതിൽ ധർമ്മേന്ദ്ര പ്രധാനെ അഭിനന്ദിക്കുകയാണ് പലരും. മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ, ആ പരിഷ്കാരങ്ങൾ പല നേതാക്കളും എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്ന ഈ അദ്ദേഹത്തിൻ്റെ എക്സ് പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങളും ഏറെ പ്രസക്തമാകുന്നത്. കാരണം ഒരു BJPയെ സംബന്ധിച്ചിടത്തോളം അതിലെ ഓരോ നേതാവിനും പദവിയേക്കാളും ഉപരിയായി രാഷ്ട്രവും ഒപ്പം തന്നെ യുവാക്കളുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് അദ്ദേഹം എടുത്തു പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയെ സ്വാഗതം ചെയ്യുന്നതെന്ന് അമിത്ഷാ ചൂണ്ടിക്കാട്ടുകയാണ്. കാരണം നമുക്കറിയാം, ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികൾ 13 പേർ അറസ്റ്റിലായെന്നും ഈ അറസ്റ്റിലായവർക്കെതിരെ മാത്രമല്ല, ഇവരുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയൊക്കെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം CBIയുടെ ഭാഗത്തു നിന്ന് നടക്കുകയാണ്. മാത്രമല്ല, കർശന നടപടികൾ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ കടക്കുകയും ചെയ്തത്. തിങ്കളാഴ്ച പാർലമെൻറ്റ് ആരംഭിക്കുമ്പോൾ ഈ വിഷയത്തിലുള്ള നിയമനിർമ്മാണം കൊണ്ടുവന്ന് രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഒന്നാകെ ശുദ്ധീകരിക്കുന്നതിന് ഈ പരീക്ഷകളിലെ ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള ക്രമക്കേടുകൾ അവസാനിപ്പിക്കുന്നതിന്, ഭാവിയിൽ ഇത്തരം ക്രമക്കേടുകളൊന്നും തന്നെ നടക്കാതിരിക്കുന്നതിനുള്ള കൃത്യമായ നടപടികളും ഈ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ രാജി കത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ പറഞ്ഞത് രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് താൻ വിലമതിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയും ചെയ്തത്. അവിടെയാണ് അമിത്ഷാ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ ഏറെ പ്രസക്തമാകുന്നത്. കാരണം യുവാക്കളുടെ താല്പര്യങ്ങൾ, രാജ്യത്തിൻ്റെ താല്പര്യം, ഒപ്പം തന്നെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭാവി തലമുറയെ സംരക്ഷിക്കുന്നതിനൊക്കെയുള്ള ഉത്തരവാദിത്വം ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. ആ ഉത്തരവാദിത്വം കൃത്യമായിട്ട് ഓരോ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകനും നിറവേറ്റുക തന്നെ ചെയ്യുമെന്നാണ് അമിത്ഷായുടെ ഈ ഒരു എക്സ്പോസിൽ നിന്ന് വ്യക്തമാകുന്നത്. അതായത് BJPക്ക് വലുത് പദവികളല്ല, രാഷ്ട്രമാണ്, യുവതലമുറയുടെ താല്പര്യമാണ്, വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ് അമിത്ഷാ ഇന്ന് വളരെ കൃത്യമായ നിലപാട് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നു. അവിടേക്ക് പ്രഹ്ലാദ് ജോഷി, അദ്ദേഹം പുതിയ വിദ്യാഭ്യാസ വകുപ്പിന്റെ താൽക്കാലിക ചുമതല ഏറ്റെടുക്കുകയാണ്. നേരത്തെ ആദർശ് സൂചിപ്പിച്ചതുപോലെയാണ്, രാഖി പറഞ്ഞതുപോലെയാണ്, പ്രധാനമന്ത്രി എപ്പോഴും പറയുന്ന കാര്യമാണ്, പാർട്ടിക്കും എല്ലാത്തിനും മുകളിൽ രാഷ്ട്രമാണ് വലുത് എന്ന സന്ദേശം ആദരണീയനായ പ്രധാനമന്ത്രി എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും BJPയും അതിന്റെ സംഘടനാ സംവിധാനങ്ങളും ആ റൂട്ടിൽ തന്നെയാണ് പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ ഗൗതം, ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. UPയെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്ന ഒരു പരിപാടിയുണ്ട്, പക്ഷേ BJPക്ക് അത് വശമില്ല അല്ലേ? അപ്പോൾ ഒരു നടപടിയിലേക്ക് പോകേണ്ടി വന്നാൽ, അല്ലെങ്കിൽ ഒരു നീക്കം നടത്തേണ്ടി വന്നാൽ അതിന് യാതൊരു മടിയുമില്ല എന്നുള്ളതാണ്. രാജി ഇപ്പൊ നോക്ക്, ഇപ്പോ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ കേരളത്തിൽ ആരെങ്കിലും രാജിവെക്കുന്നുണ്ടോ? എന്തൊക്കെ ആരോപണങ്ങൾ ഇവിടെ ഉയർന്നേക്കുന്നു. ഇപ്പം ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ ദേവസ്വം മന്ത്രി രാജിവെച്ചോ? ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിലായിരുന്നില്ലേ? പിണറായി വിജയൻ രാജിവെച്ചു. അതിനു മുമ്പ് സോളാറിൽ ഉമ്മൻചാണ്ടി രാജിവെച്ചു. ഇതെന്താണ്? ഒരു ധാർമ്മികതയുമില്ല. പക്ഷേ ദേശീയ തലത്തിൽ അങ്ങനല്ല. ഇപ്പം ഉത്തരവാദിത്തമുണ്ട്, അവരത് രാജിവെക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇതൊക്കെ രാഷ്ട്രീയത്തിൽ പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് എന്ന പുതിയ കാലത്തെ രാഷ്ട്രീയത്തിൽ ഇതൊക്കെ തീർച്ചയായിട്ടും അങ്ങേയറ്റം പുതിയ തലമുറ ഇതിനൊക്കെ കൈയടിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് രാജി.